friends, welcome to Mom's Cutlery. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പാവ്ലോവിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഞാൻ കഴിച്ചു നോക്കിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ പെട്ടെന്ന് കണ്ടിട്ട് പാവ്ലോവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ബട്ടർ പേപ്പറാണ്, അതും കൂടെ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ഒരു 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് പാൻ്റെ താഴ്ഭാഗമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഒരു സർക്കിൾ വരച്ച് കൊടുക്കാം. നമുക്ക് ഇതന്നെ വേണമെന്നില്ല, എന്താണെങ്കിലും മതി. നമ്മുടെ ബാറ്റർ നമ്മൾ ഈ ബട്ടർ പേപ്പറിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു സർക്കിൾ വരച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ അതൊരു ഇതിന് വേണ്ടി വരച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിംഗ് ബൗളാണ്. അതിലേക്ക് നമുക്കൊരു 4 മുട്ടയുടെ വെള്ളം ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു പിഞ്ച് ഉപ്പാണ്, അതും കൂടെ നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഒരു 3-4 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അത് കുറച്ചായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാ നോർമൽ കേക്കിനൊക്കെ ചെയ്യണം അതേപോലെ തന്നെ ചെയ്താൽ മതി. ഇത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ കോൺഫ്ലോർ ആണ്, അതും കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വിനീഗറാണ്, വൈറ്റ് വിനീഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. നമ്മുടെ പാവ്ലോവിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ കേക്കിനൊക്കെ നമ്മൾ ചെയ്യില്ല, അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ഈ മിക്സ് ഈ ഒരു ട്രേൻ്റെ ഉള്ളിലേക്ക്, അതായത് നമ്മൾ ആദ്യം മാറ്റി വെച്ച ബട്ടർ പേപ്പറിൽ സർക്കിൾ അടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാച്ചുല വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പാച്ചുല വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുക്കാം മുകളിലേക്ക്, ഇങ്ങനെ സൈഡ് ഭാഗത്തുനിന്ന് ഉള്ളിലേക്കായിട്ടൊന്നിങ്ങനെ. അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ഇതിങ്ങനെ ചെയ്യണം എന്താ വെച്ചാൽ ബേക്ക് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 160 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിരുന്ന ഓവനാണ്. അപ്പോൾ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് ടൈം ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്കുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ തിക്ക് ക്രീമോ യൂസ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ കേക്കിലേക്ക് ബീറ്റ് ചെയ്യണ അത്രയും ഹാർഡാവണമെന്നില്ല. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ
നമ്മുടെ പാവലവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ സെൻറ്റർ ഭാഗം ഒരു നൈഫ് വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം അടിച്ച് മാറ്റി വെച്ച വിപ്പിംഗ് ക്രീം ഒന്ന് ഇട്ട് കൊടുക്കാൻ. ഞാനിതിൻ്റെ മുകളിലേക്ക് ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല ചൂടുള്ളത് കൊണ്ടാണ് കേട്ടോ. ഞാൻ ഒന്ന് തണുത്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗം ഈ ട്രേയിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ പാവലവ ഇവിടെ റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതിവിടെ വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.